നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തോൽക്കാൻ മനസ്സിലെന്നൊരുത്തൻ നിശ്ചയിച്ചുറപ്പിച്ചങ്ങിറങ്ങിയ പിന്നെ അവനെ പരാജയപ്പെടുത്താൻ ആര് വിചാരിച്ചാലും കഴിയില്ല. സാബി അലോൺസോ അതാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. സാബി അലോൺസോയുടെ ടീം ഇന്നലെയും പരാജയം ഒഴിവാക്കിക്കൊണ്ട് വിജയിച്ചു കയറിയിരിക്കുന്നു. അവരുടെ അൺബീറ്റൺ റൺ 49ാമത്തെ മത്സരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, യൂറോപ്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അൺബീറ്റൺ റൺ ഉണ്ടായിട്ടില്ല. 49 എന്ന റെക്കോർഡാണ് ഇപ്പൊ കുറിച്ചിരിക്കുന്നത്. അൺബീറ്റൺ ആയിട്ടുള്ള 49 മത്സരങ്ങൾ. അതിപ്പം ബൂണ്ടസ്ലീഗ കിരീടം ഓൾറെഡി നേടിക്കഴിഞ്ഞു. മറ്റു കോമ്പറ്റീഷനുകളിലും അതുപോലെ അപരാജിത കുതിപ്പ് ഇപ്പോഴിതാ യൂറോപ്പ ലീഗിന്റെ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. യൂറോപ്പ ലീഗിന്റെ സെമി ഫൈനൽ 2ാം പാദ മത്സരം ബയർ ലെവർക്യൂസനും റോമയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആദ്യ പാദത്തിൽ 2-0 വിജയമുണ്ട് ബയർ ലെവർക്യൂസന്. പക്ഷേ റോമ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ ഉറച്ചു തന്നെയാണ് കളിക്കളത്തിലേക്ക് വന്നത്. ലിയാൻഡ്രോ പെരേഡസിന്റെ 2 പെനാൽറ്റി ഗോളുകളിൽ റോമ 2-0 മുന്നിൽ, അതായത് അഗ്രിഗേറ്റ് 2-2. തങ്ങളുടെ അൺബീറ്റൺ റൺ അവസാനിക്കുമോ എന്നൊരു ചിന്ത ഒരു പക്ഷേ ലെവർക്യൂസന്റെ താരങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കണം. 80 മിനിറ്റ് കഴിയുമ്പോഴും 2-0 റോമ മുന്നിലാണ്. പക്ഷേ ആ ഘട്ടത്തിലും സാബി അലോൺസോയും ഗ്രൻഡ് സാക്കയും ഒക്കെ തല ഉയർത്തുക, പോരാടുക എന്ന് തങ്ങളുടെ താരങ്ങളോട് പറയുന്നത് കൃത്യമായിട്ട് കാണാമായിരുന്നു. അവരുടെ ആ ഒരു അംഗവിക്ഷേപങ്ങളൊക്കെ ഇപ്പൊ വൈറലാണ്. എന്തായാലും കളിയുടെ 82ാമത്തെ മിനിറ്റിൽ മാൻസിനിയുടെ ഓൺ ഗോൾ ലെവർക്യൂസൻ തിരിച്ചടിക്കുന്നു 2-1 എന്ന രൂപത്തിലേക്ക്. അപ്പോഴും കളി തോൽക്കാൻ പോവുകയാണ്. എന്നാൽ അഗ്രിഗേറ്റിൽ മുന്നിലെത്തിക്കഴിഞ്ഞു. എന്നാൽ അങ്ങനെ തോൽക്കണ്ട, തോറ്റുകൊണ്ട് ഫൈനലിലേക്ക് പോവേണ്ട. 97ാമത്തെ മിനിറ്റിൽ 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിന്റെ 7ാമത്തെ മിനിറ്റിൽ സ്റ്റാനിസിച്ച് ഗോൾ അടിച്ചുകൊണ്ട് മത്സരം 2-2 സമനില. യൂറോപ്പ ലീഗിന്റെ ഫൈനലിലേക്ക് അൺബീറ്റൺ ആയി തന്നെ കടന്നു പോയിരിക്കുന്നു ബയർ ലെവർക്യൂസൻ. തീർച്ചയായിട്ടും കളി എത്ര മുന്നോട്ട് പോയി കഴിഞ്ഞാലും ലെവർക്യൂസൻ പുറകിലാണെങ്കിലും തോറ്റെന്ന് നിങ്ങൾ അവരെ കരുതണ്ട. ഏത് നിമിഷവും അവർ തിരിച്ചടിക്കും. അവർ സാബി അലോൺസോയുടെ കുട്ടികളാണ്. ഇപ്പൊ ഈ സീസണിൽ നോക്കുക, അവസാനത്തെ അവരുടെ 5 ഡ്രോകൾ എടുക്കുക. അവരെപ്പോഴാ ഗോൾ അടിച്ചത്? റോമക്കെതിരെ 97ാമത്തെ മിനിറ്റ്, 90 മിനിറ്റ് കഴിഞ്ഞ് 7 മിനിറ്റിന്റെ ഇഞ്ചുറി ടൈമിൽ. സ്റ്റുട്ട്ഗർട്ടിനെതിരെ 96ാമത്തെ മിനിറ്റിൽ, ഡോട്ട്മുണ്ടിനെതിരെ 97ാമത്തെ മിനിറ്റിൽ, വെസ്റ്റാമിനെതിരെ 89ാമത്തെ മിനിറ്റിൽ, കഴബാഗിനെതിരെ 92ാമത്തെ മിനിറ്റിൽ. അതായത് കളി എത്ര മുന്നോട്ട് പോയി കഴിഞ്ഞാലും എങ്ങനെ പിന്നിലാണെങ്കിലും നിങ്ങൾ സാബി അലോൺസോയുടെ കുട്ടികൾ തോറ്റെന്ന് വിധി എഴുതേണ്ട. അവർ ഏത് നിമിഷവും കാര്യങ്ങൾ മാറ്റിമറിച്ചേക്കാം. നോക്കുക, ഈ സീസണിൽ 90 മിനിറ്റിന് ശേഷം അവരടിച്ച ഗോളുകളുടെ എണ്ണം 14ആണ്. ഈ രൂപത്തില് മറ്റൊരു ടീമുമില്ല. സംതിങ് സ്പെഷ്യൽ എന്ന് തന്നെ പറയണം. യൂറോപ്പിൽ ഇങ്ങനെ ഒരു ടീമില്ല. 49 മത്സരങ്ങൾ അൺബീറ്റനായി കളിച്ച മറ്റൊരു ടീം യൂറോപ്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി യൂറോപ്പ ലീഗിന്റെ ഫൈനലിൽ അവരെ നേരിടാൻ പോകുന്നത് അറ്റ്ലാന്റയാണ്. അറ്റ്ലാന്റ സെമി ഫൈനലിൽ മാർസൈ അഗ്രിഗേറ്റ് 4-1 തോൽപ്പിച്ചത്. ഫൈനൽ മത്സരം മെയ് 22 ഇന്ത്യൻ സമയം പറയുമ്പോൾ മെയ് 23 പുലർച്ചെ 12:30 യൂറോപ്പ ലീഗിന്റെ ഫൈനൽ മത്സരം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.